ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുൾ ചിക്കൻ മസാലയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനായി ഒരു ഫുൾ ചിക്കൻ നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ തോർന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. നല്ലതുപോലെ ആഴത്തിൽ തന്നെ ഇതുപോലെ വരഞ്ഞു കൊടുക്കണം. ആ മസാലയൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കേണ്ടത്. ഇനി ഇതുപോലെ ഒരു പാത്രത്തിൽ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മസാല ചിക്കനിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ചിക്കൻ്റെ ഉൾഭാഗത്തും അതുപോലെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ തന്നെ തേച്ച് പിടിപ്പിച്ച് ഒരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഞാനൊരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ട കേട്ടോ. കുറച്ച് ഓയിൽ വെച്ച് നമുക്ക് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ 2 ലെഗ് പീസ് ഞാൻ ഇതുപോലെ ഒരു നൂല് കൊണ്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി വന്ന മസാല കളയരുത്, അത് നമുക്ക് പിന്നീട് ആവശ്യമുള്ളതാണ്. അതവിടെ മാറ്റി വെക്കാം. ഇനി ഇത് നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ നല്ലതുപോലെ തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി അടുത്തായി ഇതുപോലൊരു പാത്രം അടുപ്പിൽ വെക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള നല്ലതുപോലെ തന്നെ വഴറ്റി കൊടുക്കാം. സവാള വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 പച്ചമുളക് നടുവേ കീറിയത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയ്ക്ക് നല്ലതുപോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടിയും, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായി പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം ഒരു 2 തക്കാളി ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അടിച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയുടെ ഒരു പച്ച ചവയൊക്കെ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ആ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ബാക്കി വന്ന മസാല കുറച്ച് വെള്ളം ചേർത്ത് നല്ലതുപോലെ കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്തത് ഒരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല പുളിയില്ലാത്ത തൈര് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. തൈര് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഒരു 4 ഗ്രാമ്പൂ 4 ഏലക്ക അണ്ടിപ്പരിപ്പും കൂടി നല്ലതുപോലെ മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുക. എന്നിട്ട് ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് മസാല ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഞാനെടുത്ത പാത്രം കുറച്ച് ചെറുതായത് കൊണ്ട് ഇത് അടച്ച് വെച്ച് വേവിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനിതിൻ്റെ പാത്രം ഒന്ന് മാറ്റുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 30 മിനിറ്റ് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. 30 മിനിറ്റ് തുടർച്ചയായി വെച്ച് കൊടുക്കരുത്. ഇടയ്ക്കൊന്ന് തുറന്ന് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. അങ്ങനെ ഒരു 30 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ നല്ലതുപോലെ തന്നെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. നേരത്തെ നമ്മൾ ചിക്കൻ്റെ കാല്
നൂലുകണ്ട് കെട്ടിക്കൊടുത്തത് അത് അയച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ജ്യൂസിയായ ചിക്കനാണ്, അടിപൊളി ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ ഗ്രേവിക്ക് വരെ ഭയങ്കര ടേസ്റ്റാണ്. തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അടുത്തതായ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.